എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കവിത. കവിത പ്ലസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ക്യാൻസർ എന്ന മഹാമാരി വന്നപ്പോഴാണ് എങ്ങനെ ആരോഗ്യമായിട്ട് ജീവിക്കാം എന്ന് ചിന്തിച്ചു തുടങ്ങിയത്. കീമോതെറാപ്പി ചെയ്യുന്ന സമയത്തും ഇപ്പോഴും ഗുളിക രൂപത്തിൽ കഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ സമയത്തും ഒക്കെ കുറേ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഹെൽത്ത് ടിപ്പുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. 2024 ജൂണിലാണ് ഞാൻ ഡിസ്ചാർജ് ആവുന്നത്. കീമോ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുന്നത് 2024 ജൂണിലാണ്. അപ്പോൾ അന്ന് മുതൽ എൻ്റെ ഒരു ഞാനിങ്ങനെ എങ്ങനെ ആരോഗ്യത്തോടെ ജീവിക്കാം എന്നുള്ളതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ കീമോതെറാപ്പി എടുക്കുന്ന സമയത്ത് ഉള്ള കീമോതെറാപ്പി എടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ഹെൽത്ത് ടിപ്പാണ്, അല്ലാത്തവർക്കും ഉപകാരപ്പെടും. അപ്പം ഈ കീമോതെറാപ്പി എടുക്കുന്നതിന് മുന്നേ നമുക്കെന്നും പാൻടോപ്പ് തരും. അപ്പം എത്ര നാൾ കീമോതെറാപ്പി ഉണ്ടോ ആ സമയത്തെല്ലാം നമുക്ക് ഈ പാൻടോപ്പ് ഗുളിക തിന്നുകൊണ്ടിരിക്കുക. അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ്. അപ്പം ഈ പാൻടോപ്പ് കഴിക്കുന്നതിന് പകരം നമുക്ക് രാവിലെ വെറും വയറ്റിൽ ഒരു കുക്കുംബർ എടുത്ത് ജ്യൂസ് അടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് അസിഡിറ്റി പോയി നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. കുക്കുംബർ കടിച്ച് തിന്നാം, പക്ഷെങ്കിൽ കടിച്ച് തിന്നു കഴിഞ്ഞാൽ അത് സാധാരണ ഫുഡ് ദഹിക്കുന്നത് പോലെ ദഹിച്ച് അസിഡിറ്റി മാറത്തുള്ളൂ. അപ്പോൾ സമയമെടുക്കും, അരമണിക്കൂറെങ്കിലും എടുക്കും. ഇത് ജ്യൂസാക്കി കുടിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് അസിഡിറ്റി മാറും, ഫുഡ് കഴിക്കാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിപ്പം പാൻടോപ്പ് കഴിക്കാറില്ല. അപ്പോൾ എല്ലാവരും അത് നോക്കിയാൽ നല്ലതാണ്. അസിഡിറ്റിയുടെ പ്രശ്നം അവിടെ മാറും. പിന്നെ കീമോതെറാപ്പി എടുക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് ഛർദിൽ. അതിന് നമുക്ക് ഒരു രക്ഷയില്ല. ഛർദിലിൻ്റെ ഗുളിക കഴിക്കുകയല്ലാതെ ഒരു രക്ഷയുമില്ല. നാരങ്ങയൊക്കെ മണപ്പിച്ചാലും എന്തൊക്കെ ചെയ്താലും ഛർദിൽ വരും. അതിനൊരു രക്ഷയില്ല. പിന്നുള്ളത് മലബന്ധമാണ്. കീമോതെറാപ്പിക്ക് ഉണ്ടാകുന്ന ഒരു സൈഡ് എഫക്റ്റാണ് ഈ മലബന്ധം. അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ക്രിമാഫൈൽ എന്നും പറഞ്ഞിട്ടൊരു സിറപ്പാണ് തരുന്നത്. നാടൻ പേരയ്ക്ക 3 നേരം കഴിച്ചു കഴിഞ്ഞാൽ, നാടൻ പേരയ്ക്ക വേണം, മറ്റേ മാർക്കറ്റിൽ കിട്ടുന്ന വലിയ പേരയ്ക്കയല്ല, നാടൻ പേരയ്ക്ക, നമ്മുടെ വീടുകളിലുണ്ടാകുന്ന നാടൻ പേരയ്ക്ക 3 നേരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മലബന്ധം എന്ന് പറഞ്ഞ സാധനത്തിനെ ഒഴിവാക്കാം. അപ്പോൾ അവിടെ നമുക്ക് ക്രിമാഫൈലിനെ ഒഴിവാക്കാം. പിന്നെ വന്നിട്ട് നമുക്ക് വേണ്ടത് വിയർക്കുക എന്നതാണ്. ഈ ക്യാൻസർ രോഗികൾ വിയർക്കത്തില്ല. ഞാൻ വിയർക്കത്തില്ലായിരുന്നു ആ സമയത്തൊന്നും, ഒരു ശകലവും വിയർക്കത്തില്ല. അപ്പം നമുക്ക് നമ്മുടെ ശരീരം നന്നായിട്ട് വിയർക്കണം. ഓരോ രോമകൂപങ്ങളും തുറന്ന് അതിൽ നിന്ന് ഉപ്പും മാലിന്യങ്ങളും വെളിയിൽ പോകണം. അതിന് നമുക്ക് ഇന്നിപ്പോൾ എല്ലാവരും ജിമ്മിലൊക്കെയാണ് പോകുന്നത്. നമുക്ക് ഈ ഇത്രയും ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് ഇരിക്കുന്നവർക്ക്, ഇത്രയും രൂപ ചിലവായിരിക്കുന്നവർക്ക് നമുക്ക് ജിമ്മിലൊന്നും പോകാൻ സാധിക്കത്തില്ല. എത്ര നടന്നെന്ന് പറഞ്ഞാലും അത്രയും വിയർക്കത്തില്ല. നടന്നു കഴിഞ്ഞാൽ നല്ല കിതപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയണ്ടേ, ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നല്ല അടിമുടി വിയർക്കത്തില്ല. അതായത് നമ്മൾ പുറം മാത്രം വിയർക്കുന്നതല്ല, അടിമുടി നന്നായിട്ട് വിയർക്കണം. അതിന് നല്ല നാരങ്ങാ തൈലം അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും തൈലം തേച്ചിട്ട് ആവി പിടിക്കണം. സ്റ്റീം ബാത്ത്, അത് ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ സ്റ്റീം ബാത്ത് ഉണ്ട്.
ഇനിയിപ്പോൾ അതിന് മെഷീൻസൊക്കെ കിട്ടുന്നുണ്ട്. സ്റ്റീം ബാത്ത് എടുക്കുന്ന മെഷീൻസ് വീട്ടിലൊക്കെ വെച്ച് ചെയ്യാവുന്നതുമുണ്ട്. അല്ലാതെ അങ്ങനെ നമ്മൾ എങ്ങനെയാണേലും വേർക്കണം. വേർത്തില്ലെങ്കിൽ ആ ഉപ്പും മാലിന്യവും വെളിയിൽ പോകത്തില്ല. പണ്ടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിറയെ മിറ്റമുണ്ട്, മിറ്റമെല്ലാം തൂത്ത് കരിയിലൊക്കെ കത്തിച്ച് ഒക്കെ വരുമ്പോഴത്തേക്ക് വലിയൊരു എക്സസൈസാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് വേർക്കും. ഇന്നിപ്പോൾ നമ്മുടെ വീടുകളിലും പണികൾ കുറവാണല്ലോ. നമുക്ക് 2-3 ആൾക്കാർ കാണും, അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കണം, അത്രയേ ഉള്ളൂ. ചോറും ഗോതമ്പും കഴിവതും ഒഴിവാക്കുക. ഇന്ന് കണ്ടുവരുന്നത് ഷുഗറും ക്യാൻസറുമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്ന 2 അസുഖങ്ങളാണ്. അപ്പോൾ ഈ ചോറും ഗോതമ്പും ഒഴിവാക്കി കഴിഞ്ഞാൽ ഷുഗർ കുറയും. പകരം മില്ലറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഷുഗർ ഉണ്ടാവില്ല. ചോറ് കുറച്ചുകൊണ്ട് കറികൾ നന്നായിട്ട് കഴിക്കുക. ഇപ്പം ക്യാരറ്റ്, ബീട്രൂട്ട്, മധുരക്കിഴങ്ങ്, മത്തങ്ങ ഇവയൊക്കെ ഓർഗാനിക് ആണെങ്കിൽ നമുക്ക് പച്ചയ്ക്ക് തന്നെ സ്ക്രബ് ചെയ്തെടുത്ത്, അതായത് ഉരച്ചെടുത്തോ അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തോ നമുക്ക് സലാഡ് രൂപത്തിൽ കഴിക്കാം. സലാഡ് രൂപത്തിലെന്ന് പറയുമ്പം ഇങ്ങനെ നാരങ്ങ പിഴിഞ്ഞ് ഉപ്പിട്ട് അങ്ങനെ മേമ്പടികളൊന്നും ചെയ്തല്ല, ആ ഒരു ടേസ്റ്റിൽ, ആ ഒരു വെജിറ്റബിളിൻ്റെ ടേസ്റ്റിൽ കഴിക്കണം. മേമ്പടികളൊന്നും ഇല്ലാതെ നമ്മൾ ആ വെജിറ്റബിളിൻ്റെ ടേസ്റ്റിൽ കഴിക്കണം. വൈകിട്ട് ഒരു നേരമെങ്കിലും നമ്മൾ പ്രകൃതിയുടെ ഫുഡ് കഴിക്കണം. കാരണം വേവിക്കാത്ത ഫുഡ്, പ്രകൃതി പാചകം ചെയ്ത് തരുന്ന ഫുഡ്, അത് ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കാം. ആപ്പിൾ, ഓറഞ്ച്, ഗ്രേപ്സ്, മാങ്ങ, അവക്കാഡോ, ഓമയ്ക്ക, എല്ലാ ഫ്രൂട്ട്സും അതിൽ ഉൾപ്പെടുത്താം. അതിൻ്റെ കൂടെ ഈ ഞാൻ പറഞ്ഞ മത്തങ്ങ, പിന്നെ മധുരക്കിഴങ്ങ്, ക്യാരറ്റ്, ബീട്രൂട്ട് ഒക്കെ ഓർഗാനിക് ആണെങ്കിൽ നമുക്ക് സ്ക്രബ് ചെയ്തെടുക്കാം. പിന്നെ കപ്പലണ്ടി ഏറ്റവും പ്രോട്ടീൻ ഉള്ള ഒരു സാധനമാണ്. അത് വറുത്ത് തിന്നാതെ 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് കഴിക്കണം. അതുപോലെ ബദാം ആണെങ്കിൽ 12 മണിക്കൂർ കുതിർത്തിട്ട് കഴിക്കണം. പിന്നെ തേങ്ങ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ വൈകിട്ട് ഈ രീതിയിലുള്ള വേവിക്കാത്ത ഒരു പ്രകൃതിയുടെ ഫുഡിലോട്ട് വന്നു കഴിയുമ്പം തന്നെ നമുക്ക് കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരു സാധനത്തിന് പേടിക്കേണ്ട. പിന്നുള്ളത് വെളിച്ചെണ്ണയാണ്. അതിപ്പം നമുക്ക് ഉറപ്പുള്ള വെളിച്ചെണ്ണ ആട്ടുന്നിടത്തുനിന്ന് തന്നെ നമ്മൾ മേടിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം തേങ്ങയൊക്കെ ഒത്തിരി ഉള്ളവർക്കാണെങ്കിൽ തിരുമ്മി പിഴിഞ്ഞ് പാലെടുത്ത് വെയിലത്ത് വെച്ച് നമുക്ക് വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെ ഉണ്ടാക്കാം. സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് അതൊക്കെ വലിയ പാടാണ്. കാരണം ഈ ട്രീറ്റ്മെൻറ്റിന് തന്നെ വലിയൊരു തുകയായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ പാടാണ്. പിന്നെ വിശ്വാസമുള്ള ഒരു എണ്ണയാട്ടുന്നിടത്തുനിന്ന് നമ്മളത് മേടിക്കുക. കഴിവതും മായമില്ലാത്തത് കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഇങ്ങനെ എൻ്റെ ആ ഒരു ഫുഡിൻ്റെ രീതിയൊക്കെ ഞാൻ മാറ്റി. പിന്നെ വണ്ണം വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വയറ് ചാടുക, വണ്ണം വെക്കുക, ഇത് രണ്ടും ചീത്തയാണ്. അത് നമ്മൾ രാവിലെ വൈകിട്ട് നന്നായിട്ട് നടന്നു കഴിഞ്ഞാൽ തന്നെ വണ്ണം വെക്കുന്നത് കുറയും. പിന്നെ എക്സസൈസ് ചെയ്യുക, പറ്റുന്ന എക്സസൈസൊക്കെ വീട്ടിൽ ചെയ്യുക. അപ്പം വണ്ണം വെക്കാതിരിക്കാനായിട്ട് നമ്മൾ കഴിവതും ശ്രദ്ധിക്കണം. വയറ് ചാടുക, അത് നമ്മൾ എക്സസൈസ് ചെയ്യുക തന്നെ വേണം. പിന്നെ വെള്ളം, 10 ഗ്ലാസ് വെള്ളമെങ്കിലും ഡെയിലി കുടിക്കണം. നന്നായിട്ട് മഴയാണേലും വെയിലാണേലും വെള്ളം കുടിക്കുന്നത്
10 ഗ്ലാസ് വെള്ളം ഡെയിലി കുടിക്കണം. കീമോതെറാപ്പിയുടെ ഭാഗമായിട്ട് നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാവും. ഞാൻ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഗ്രേഡ് 1 ഫാറ്റി ലിവർ ആയിട്ടുണ്ട്. അറിഞ്ഞില്ല. അൾട്രാസൗണ്ട് വയറുവേദന എടുത്തപ്പം അൾട്രാസൗണ്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. അപ്പം പൂവരശിൻ്റെ ഇലയിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഫാറ്റി ലിവറിൻ്റെ പ്രശ്നം മാറും. എൻ്റെ അനുഭവത്തിലൂടെയാണ്. ഞാൻ അന്നു മുതൽ ഈ പൂവരശിൻ്റെ ഇലയാണ് ഇന്ന് വരെയും കുടിച്ചത്. 4 അൾട്രാസൗണ്ട് എടുത്തു. ഈ ലാസ്റ്റ് അൾട്രാസൗണ്ടിൽ ഫാറ്റി ലിവർ മാറി, എല്ലാം ഓക്കെ ആയി, ലിവറിൻ്റെ പ്രശ്നങ്ങൾ കഴിഞ്ഞു. അപ്പം ഈ പൂവരശിൻ്റെ ഇല ഫാറ്റി ലിവറിന് വളരെ നല്ലതാണ്. 4 ഇലയിട്ട് 10 ഗ്ലാസ് വെള്ളത്തിൽ 4 ഇലയിട്ട് തിളപ്പിച്ച് ഡെയിലി കുടിക്കണം. അപ്പം ഇതൊക്കെയാണ് സാധാരണ കീമോതെറാപ്പിയിൽ ഉണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകൾ. അപ്പം ആ ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പം ഞാൻ ഇങ്ങനെ മരുന്നിലൂടെ അല്ലാതെ നമ്മുടെ ഫുഡിലൂടെ അല്ലെങ്കിൽ നമ്മുടെ വെജിറ്റബിളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രൂട്ട്സിലൂടെ ഇതിനെയൊക്കെ തരണം ചെയ്തു. പിന്നെ ഓമയ്ക്ക, മുരിങ്ങയില, ഈന്തപ്പഴം, ഇതൊക്കെ നമുക്ക് ബ്ലഡ് ഉണ്ടാവാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്നും വിശ്വസിക്കുന്നു. നമസ്കാരം.